ഗുഡ് ഈവനിങ് ഓൾ. ഇൻഷുറൻസിന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും NRIs അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എബ്രോഡുള്ള ധാരാളം ആൾക്കാർ മെഡിക്ലെയിം എടുക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ സ്വന്തം നാട്ടിലെ ഇൻഷുറൻസ് വേണ്ടേ? നമുക്ക് ഇവിടെ ഒരു ഇൻഷുറൻസ് ആണ്. പല കൺട്രീസിലും എബ്രോഡുള്ള പല കൺട്രീസിലെല്ലാം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇൻഷുറൻസ് മസ്റ്റാണ്. പലതരത്തിലുള്ള ഇൻഷുറൻസ് മാത്രമല്ല, അവർ നല്ലൊരു എമൗണ്ട് അവർ ഇൻഷുറൻസ് അടയ്ക്കുക അല്ലെങ്കിൽ മെഡിക്ലെയിം അല്ലെങ്കിൽ അടയ്ക്കുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് അടയ്ക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസികളും വിദേശത്ത് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള കാരണത്താൽ നാട്ടിൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാറില്ലതാണ് പറഞ്ഞത്. എന്നാൽ ജീവിത സായാഹ്നത്തിൽ ഏതെങ്കിലും മാരക രോഗം പിടിപ്പെട്ടതിനു ശേഷം ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുവാൻ ശ്രമിച്ചാൽ കിട്ടുകയില്ലെന്ന യാഥാർത്ഥ്യം ആണ്. അത് യാഥാർത്ഥ്യ ഒരു ഫാക്റ്റാണ്. മാത്രമല്ല, ശിഷ്ടകാലം കഷ്ടപ്പെട്ട് സമ്പാദിച്ച ശേഷം പണം മുഴുവൻ രോഗത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമ്മളെ NRIs അല്ലെങ്കിൽ നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അറിയുന്നില്ല. ഇവിടെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ആയിപ്പോകുന്ന പല ആൾക്കാരെയും ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണാറുണ്ട്. അപ്പൊ അവരുടെ അടുത്തേക്ക് ഞാൻ പറയാറുണ്ട്, പലപ്പോഴും ഇപ്പൊ ഒരുപാട് ആൾക്കാർ NRIs എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ വേണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ആവശ്യം കാരണം എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കഴിവതും ചെറുപ്പത്തിൽ തന്നെ ധാരാളം ആൾക്കാർ ഇപ്പം കൊച്ചു പ്രായത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രോഗം ഇല്ലാത്തപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് ആയുഷ്കാല സമ്പാദ്യം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക, അതാണ് വേണ്ടത്. അങ്ങനെ ഒരു ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ച പൈസയ്ക്കൊന്നും ഒരു ക്ഷീണവും സംഭവിക്കാതെ നമ്മൾ ഉണ്ടാക്കിയ പൈസ അത് നമ്മുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു മെഡിക്കലിന് വേണ്ടി ചെറിയൊരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ലൈഫ് ലോങ് ജീവിതകാലം മുഴുവൻ ഒരു വലിയ ടെൻഷൻ ഇല്ലാതെ വലിയ ഒരു സമാധാനത്തോടെ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ സമാധാനം പൈസ കൊടുത്ത് മേടിക്കുകയാണ് യഥാർത്ഥ മെഡിക്ലെയിം ചെയ്യുന്നത്. മെഡിക്ലെയിം എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കൺസെപ്റ്റാണ്. എപ്പോഴും വേണം മെഡിക്ലെയിം. ഇനി ഞാൻ വേറെ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.